നമസ്കാരം. ഒ ചന്തുമേനോൻ. മുഴുവൻ പേര് ഒയ്യാരത്ത് വീട്ടിൽ ചന്തുമേനോൻ. 1847 ജനുവരി 9 ജനനം. പിതാവ് തലശ്ശേരി കേളാലൂർ ദേശം ഇടപ്പാടി വീട്ടിൽ ചന്തു നായർ. മാതാവ് കൊടുങ്ങല്ലൂർ ചിറ്റേഴത്ത് വീട്ടിൽ പാർവതിയമ്മ. ആ ദമ്പതികളുടെ 5 മക്കളിൽ ഏറ്റവും ഇളയതായിരുന്നു ചന്തുമേനോൻ. പിതാവ് തഹസിൽദാരായിരുന്നു. അദ്ദേഹം വടക്കൻ കോട്ടയത്തിൽ, അതായത് കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്, തഹസിൽദാരായി ജോലി ചെയ്തിരുന്ന കാലത്ത് പണി കഴിപ്പിച്ച വീടായിരുന്നു ഒയ്യാരത്തെ വീട്. അങ്ങനെയാണ് ചന്തുമേനോന് ആ നാമം ലഭിച്ചത്. അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് സംസ്കൃത വിദ്യാഭ്യാസവും അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാഭ്യാസവും നേടി. ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അന്തരിച്ചു. 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം അന്നത്തെ ഗവൺമെൻറ് ജോലികൾ നേടുന്നതിനുള്ള ഒരു മത്സര പരീക്ഷ എഴുതുകയുണ്ടായി. അതിൽ ലഭിച്ച ഉയർന്ന റാങ്ക് ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ സബ് ജഡ്ജ് GR ഷാർപ്പ് എന്ന വ്യക്തി അദ്ദേഹത്തെ സബ് കോടതിയിൽ ക്ലർക്കായി നിയമിച്ചു. ഈ GR ഷാർപ്പിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു അന്നത്തെ കോഴിക്കോട് സബ് കളക്ടറും പിന്നീട് മലബാർ ജില്ലാ കളക്ടറുമായ വില്യംസ് ലോഗൻ. വില്യംസ് ലോഗൻ്റെ ശ്രദ്ധയിൽ ചന്തുമേനോൻ്റെ കഴിവുകൾ പെടുകയും അദ്ദേഹത്തിന് കോഴിക്കോട് സബ് കളക്ടർ ഓഫീസിൽ ക്ലർക്കായി നിയമനം നൽകുകയും ചെയ്തു. അവിടെ നിന്ന് പടിപ്പടിയായി ഉദ്യോഗക്കയറ്റം ലഭിച്ച അദ്ദേഹം 1872 മുൻസിഫായി നിയമിതനായി. 1882 അദ്ദേഹം ലക്ഷ്മിക്കുട്ടിയമ്മ എന്ന വനിതയെ വിവാഹം കഴിച്ചു. അവർക്ക് 7 മക്കൾ. 1889 പരപ്പനങ്ങാടി മുൻസിഫായി ജോലി ചെയ്തിരുന്ന കാലത്ത് ഭാര്യയുടെയും ചില അടുത്ത സുഹൃത്തുക്കളുടെയും പ്രേരണ മൂലം എഴുതിയ നോവലാണ് ഇന്ദുലേഖ. അത് 1889 ഡിസംബർ 9 പ്രസിദ്ധീകരിക്കപ്പെട്ടു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്നു. 1891 കോഴിക്കോട് മുൻസിഫായി ജോലി ചെയ്യുന്ന കാലത്ത് ശാരദ എന്ന നോവൽ എഴുതി തുടങ്ങി. എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 1892 അദ്ദേഹത്തിന് സബ് ജഡ്ജായി ഉദ്യോഗക്കയറ്റം ലഭിക്കുകയും ആദ്യത്തെ നിയമനം തിരുനെൽവേലിയിലായിരുന്നു. അതോടെ നോവൽ എഴുത്ത് മുടങ്ങി. അതുവരെ എഴുതിയ ഭാഗം ശാരദയുടെ 1ാം ഭാഗം എന്നുള്ള നിലയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 2ാം ഭാഗം പുറകെ എന്നുള്ള ഒരു അറിയിപ്പോടെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഉദ്യോഗ തിരക്കുകൾ കൂടിയതിനാൽ അദ്ദേഹത്തിന് എഴുത്ത് മുഴുമിക്കാൻ കഴിഞ്ഞില്ല. 1895 ജില്ലാ ജഡ്ജായി ഉദ്യോഗക്കയറ്റം ലഭിച്ചു. മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന പുസ്തകം രചിക്കുന്നതിന് പ്രധാന സഹായിയായിരുന്നു ചന്തുമേനോൻ. 1898 അദ്ദേഹത്തിന് റാവു ബഹദൂർ എന്ന ഉയർന്ന ബഹുമതി നൽകി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദരിച്ചു. ആയതുകൂടാതെ ഇന്ദുലേഖ എന്ന നോവലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി വിക്ടോറിയ രാജ്ഞിയുടെ പ്രത്യേക പരാമർശവും ലഭിക്കുകയുണ്ടായി. 1899 സെപ്റ്റംബർ 7 ജോലി കഴിഞ്ഞ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ക്ഷീണം ബാധിക്കുകയും ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോഴേക്കും അദ്ദേഹം കുഴഞ്ഞു വീണ് അന്തരിക്കുകയും ചെയ്തു. അതോടെ ശാരദ എന്ന നോവൽ അപൂർണമായി ഇന്നും നിലകൊള്ളുന്നു.